കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് അടുത്ത മാത്സിലെ ഒരു ആക്ടിവിറ്റിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും കൂടിയാണ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ രണ്ട് രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ കൗണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, രണ്ടാമത് ഓഡ് ആൻഡ് ഈവൻ നമ്പേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കാർഡ്സ് ആൻഡ് കൗണ്ടർ ഉപയോഗിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇത് കാർഡ്സ് ആൻഡ് കൗണ്ടറിൻ്റെ ആദ്യത്തെ പ്രൈമറി എക്സസൈസ് ആണ്. ജസ്റ്റ് നമ്പേഴ്സ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള കൗണ്ടേഴ്സ് ഓർഡറിൽ താഴേക്ക് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. കാർഡ്സ് ആൻഡ് കൗണ്ടറിൻ്റെ സെക്കൻഡ് ആക്ടിവിറ്റിക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് നമ്പേഴ്സ് ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 1 എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടറേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് നമ്പർ 2-ൽ 2 കൗണ്ടേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പെയറിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടൊരു പെന്നോ അല്ലെങ്കിൽ ഒരു പെൻസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചോദിക്കും, 2 എന്ന നമ്പറിന് പെയർ ഉണ്ടോ, ഫ്രണ്ട് ഉണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കും. അപ്പോൾ കുട്ടികൾ പറയും യെസ് എന്ന് പറയും, അല്ലേ? ഇയാൾക്ക് ഈ ഒരു കൗണ്ടർ പെയർ ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ഇതിനെ പറയും സോ 2 ഈസ് ആൻ ഈവൻ നമ്പർ എന്നാണ് പറയുന്നത്. ദെൻ നമുക്ക് 3-ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് 1-ന് പെയർ ഉണ്ട്, ബട്ട് സെക്കൻഡ് 1-ന് പെയർ ഇല്ല. സോ ഇറ്റ്സ് എൻ ഓഡ് നമ്പർ. പെയർ ഇല്ലാത്ത അല്ലെങ്കിൽ ഫ്രണ്ട് ഇല്ലാതെ വരുന്നതിനൊക്കെ നമ്മൾ ഓഡ് നമ്പർ എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഓരോന്നും കാണിച്ച് പെയർ ഉണ്ടെങ്കിൽ അത് ഈവൻ നമ്പറാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിൽ നമ്മൾ ഈവൻ ആൻഡ് ഓഡ് നമ്പേഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കുട്ടികളെ ഒന്നും കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയും അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാർഡ്സ് ആൻഡ് കൗണ്ടർ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി എക്സസൈസ് ചെയ്യുന്നത്. ഇതുപോലെയാണ് 2 ആക്ടിവിറ്റീസ് ഉണ്ട്. അറ്റ് എ ടൈമിൽ ഞാൻ 2 ആക്ടിവിറ്റി കാണിച്ചു എന്ന് മാത്രം. ഓഡ് ആൻഡ് ഈവൻ നമ്പേഴ്സ് മെയിനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നത്.